ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. പുളിമാത്തുള്ള വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് സൂചന. ദ്വാരപാലക പാളികളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണ്ണ കവർച്ചയിലാണ് ചോദ്യം ചെയ്യൽ. പരമാവധി തെളിവുകളും മൊഴികളും ശേഖരിച്ചതിനു ശേഷമാണ് SITയുടെ ചോദ്യം ചെയ്യൽ. 2 കേസുകളിലെയും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് ആസ്ഥാനത്ത് എത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി മൊഴി ആവർത്തിച്ചിരുന്നു. ശില്പത്തിൽ പൂശിയ ശേഷം ബാക്കി വന്ന 420 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്നാണ് പങ്കജ് ഭണ്ഡാരി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. എന്നാൽ മൊഴി SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്നത് ചെമ്പുപാളികളാണെന്ന് പറയണമെന്ന് നിർദ്ദേശിച്ചത് പോറ്റിയാണെന്ന് നേരത്തെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി നൽകിയിരുന്നു. മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ദേവസ്വം വിജിലൻസ് മൊഴി രേഖപ്പെടുത്താൻ ഭണ്ഡാരിയെ വിളിച്ചപ്പോഴാണ് ഗൗരവം മനസ്സിലാക്കിയത്. അതോടെ സത്യം തുറന്നു പറഞ്ഞു. പോറ്റിയുടെ തട്ടിപ്പിൽ സ്ഥാപനത്തിന് പങ്കില്ല. മുമ്പ് സ്വർണം പാകിയതിൽ വീണ്ടും സ്വർണം പൂശില്ലെന്ന് പറഞ്ഞത് സത്യമാണ്. പോറ്റി നിർബന്ധിച്ചപ്പോൾ റൂൾ മാറ്റുകയായിരുന്നുവെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി നൽകി. 2 സമയങ്ങളിലായിരുന്നു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാതിൽപ്പാളിയിലെ സ്വർണം 2019 മാർച്ചിൽ കടത്തിക്കൊണ്ടുപോയി ഉരുക്കിയതായാണ് കരുതപ്പെടുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം 2019 ഓഗസ്റ്റിൽ കവർന്നതായും കരുതപ്പെടുന്നുണ്ട്.